ഹലോ ഗൈസ്, ഇന്ന് ഒക്ടോബർ 31 എൻ്റെ ഇക്കൻ്റെ നിക്കാഹ് ആനിവേഴ്സറി ആണ്. ഞങ്ങൾ നിക്കാഹ് കഴിഞ്ഞിട്ട് 4 വർഷം തികയാണ്. ഞങ്ങൾ എല്ലാ ആനിവേഴ്സറിക്കും ഇതുപോലെ എവിടെയെങ്കിലുമൊക്കെ ട്രിപ്പ് പോകാറുണ്ട്. ഇപ്രാവശ്യം നമ്മൾ പോകുന്നത് മിനിയൂട്ടിയിലേക്കാണ്, മലപ്പുറത്തിൻ്റെ സ്വന്തം മിനിയൂട്ടി. ഇവിടേക്ക് പോകുന്ന റോഡ് ഭയങ്കര മോശമാണ് കേട്ടോ. ഞങ്ങളിതിൻ്റെ മുന്നേയും പോയിട്ടുണ്ട്, പക്ഷേ ആ റോഡിൻ്റെ ഒരു അവസ്ഥ ഓർമ്മ ഉണ്ടായിരുന്നില്ല. ഓർമ്മ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഈ ട്രിപ്പ് തന്നെ ക്യാൻസൽ ചെയ്യായിരുന്നു കേട്ടോ. അത്രക്കും മോശമായിരുന്നു റോഡ്. പക്ഷെ നല്ല വ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പോയ ആർക്കും നഷ്ടമൊന്നും ആവില്ല. അവിടെ നല്ലൊരു പാർക്കൊക്കെ ഉണ്ട്. നമ്മൾ പാർക്കിലൊന്നും കയറിയിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ കുറച്ച് നേരത്തെ ആയിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഇന്ന് നല്ല വെയിലുള്ള ദിവസമായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ രാവിലെ തന്നെ നല്ല വെയിലുണ്ടായിരുന്നു. നമ്മൾ അവിടെ നിന്നാണ് നാസ്തൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നത്. പൊറോട്ടയും ബീഫ് ഫ്രൈ ആയിരുന്നു വാങ്ങിയിട്ടുണ്ടായിരുന്നത്. പിന്നെ അവിടെയൊക്കെ കുറച്ചൊന്ന് ചുറ്റി കറങ്ങിയതിന് ശേഷം നമ്മളിതാ തിരിച്ചു പോരുകയാണ്. തിരിച്ചു പോകുന്ന വഴിക്ക് നല്ല വ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെയൊക്കെ ഇറങ്ങി കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മളങ്ങനെ വലിയ പ്ലാനിങ് ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. മുന്നേ വർഷത്തെ ട്രിപ്പിലൊക്കെ നമ്മൾ വയനാടൊക്കെ പോയിട്ടുണ്ടായിരുന്നു. ഇപ്രാവശ്യം അങ്ങനെ വലിയ പ്ലാനിങ് ഒന്നും ഉണ്ടായിരുന്നില്ല. അവിടുന്ന് പിന്നെ നേരെ ഇറങ്ങിയിട്ട് പോകുന്നത് ഹൈലൈറ്റ് മാളിലേക്കാണ് കേട്ടോ. ഇന്ന് നല്ല വെയിലുള്ള ദിവസമായതുകൊണ്ട് തന്നെ നമ്മൾ ഹൈവേയിൽ കയറാമെന്ന് കരുതിയതാകുമ്പോൾ കുറച്ച് എ സി ഒക്കെ കൊണ്ടിരിക്കാമല്ലോ. അവിടുന്ന് ഇതായി ഫ്രൂട്ട്സ് കട്ട് ചെയ്തൊക്കെ എടുത്തിട്ട് നമ്മൾ കഴിക്കാൻ വേണ്ടി ഇറങ്ങാൻ കേട്ടോ. നമ്മൾ നേരത്തെ തന്നെ അവിടെ എത്തിയിരുന്നു. അപ്പോൾ അവിടുത്തെ സ്റ്റാഫൊക്കെ ഓരോന്ന് അറേഞ്ച് ചെയ്യുന്നേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. നമ്മൾ ഫ്രൂട്ട്സും പിന്നെ മൊഹബത്ത് കാ സർബത്തും പിന്നെ ഒരു രസഗുള എന്ന് പറയുന്ന സംഭവമില്ല, അത് വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഈ രസഗുള ഇക്കൻ്റെ ഫേവറേറ്റാണ്. പക്ഷേ അവിടുത്തെ വലിയൊരു ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല എന്നാണ് ഇക്ക പറഞ്ഞിട്ടോ. പിന്നെ നമ്മൾ അതിൻ്റെ ഉള്ളിൽ ഒരുപാട് നേരം ഇരുന്ന് സംസാരിച്ചു. ഞങ്ങളുടെ ലൈഫിൽ ഇതുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഓരോ ദിവസങ്ങളും ഞങ്ങൾ എപ്പോഴും സ്പെഷ്യലാക്കാൻ നോക്കാറുണ്ട് കേട്ടോ. അധികവും നമ്മൾ ഒരുമിച്ച് കുറേ സമയം സ്പെൻഡ് ചെയ്യാനാണ് ശ്രമിക്കാറ്. രണ്ടുപേരും ജോലിക്കൊക്കെ പോകുന്നതുകൊണ്ട് അതിൻ്റേതായ തിരക്കുകളുണ്ടെങ്കിലും നമ്മളതൊന്നും നമ്മളെ ലൈഫിനെ എഫക്റ്റ് ചെയ്യാതെ നോക്കാറുണ്ട്. അതുപോലെ പുറത്തൊക്കെ പോകാറുണ്ട്. ഈ മിനിയൂട്ടിയിലെ ആ ഒരു റോഡ് മോശമായതുകൊണ്ട് എനിക്ക് നല്ല ബാക്ക് പെയിൻ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടുന്ന് ചെറിയൊരു മസാജിങ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടുന്ന് പിന്നെ നേരെ പോയത് സ്റ്റുഡിയോയിലേക്കാണ്. സ്റ്റുഡിയോയിൽ നിന്ന് ഞങ്ങൾ കുറച്ച് ഡ്രസ്സൊക്കെ എടുത്തതിന് ശേഷം പിന്നെ അവിടെ ഒന്നും കൂടെ ഒന്ന് കറങ്ങി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ. ഉച്ചയ്ക്ക് ശേഷം അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ സാഗർ ഹോട്ടലിൽ പോയിട്ട് നല്ലൊരു മീൽസ് കഴിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് നല്ല ഇഷ്ടമായി കേട്ടോ മീൽസ്. ഞാൻ ഇക്കൻ്റെ അടുത്ത് പറയായിരുന്നു എനിക്ക് എവിടെ പോയാലും ഇവിടുത്തെ മീൽസ് മതി എന്നൊക്കെ. നല്ലൊരു ഫുഡായിരുന്നു. അങ്ങനെ പിന്നെ മീൽസൊക്കെ കഴിച്ചതിന് ശേഷം പിന്നെ നമ്മൾ നേരെ ബീച്ചിലേക്കാണ് പോയിട്ടുണ്ടായിരുന്നത്. പക്ഷേ സത്യം പറഞ്ഞാൽ ഈ ഒരു 4 വർഷം പെട്ടെന്ന് പോയൊരു ഫീലിംഗ് ആണ് കേട്ടോ എനിക്ക്. ഈ ഒരു 4 വർഷത്തിനിടയ്ക്ക് ഞങ്ങൾക്കിടയിൽ കുറേ പരിഭവങ്ങളും പിണക്കങ്ങളും എല്ലാം ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ ശരിക്കും പറഞ്ഞാൽ നല്ല നല്ല ഓർമ്മകളാണ് കേട്ടോ. ഞങ്ങളുടെ ലൈഫിൽ നമ്മൾ ഫിനാൻഷ്യലി ആണെങ്കിലും അല്ലാത്ത ഹെൽത്ത് ഇഷ്യൂസ് ആണെങ്കിലും ഒരുപാട് സാഹചര്യങ്ങൾ നമ്മൾ നേരിട്ടിട്ടുണ്ട്. ആ എല്ലാ സാഹചര്യങ്ങളും എനിക്ക് കട്ട സപ്പോർട്ട് തന്നിട്ട് ആളാണ് കേട്ടോ എൻ്റെ ഹസ്ബൻഡ്. നമ്മൾ പരസ്പരം എന്തൊരു ഡിസിഷൻ എടുക്കുകയാണെങ്കിലും അത് എന്തോ ആയിക്കോട്ടെ, എന്ത് ചെറുതോ വലുതോ ആയിക്കോട്ടെ, നമ്മൾ പരസ്പരം ഡിസ്കസ് ചെയ്ത് രണ്ടാളുടെ അഭിപ്രായങ്ങൾ പരസ്പരം കേട്ടിട്ടാണ് നമ്മൾ ഏതൊരു ഡിസിഷനും എടുക്കാറ്. അല്ലാതെ എൻ്റെ ഡിസിഷൻ നിങ്ങൾ കേൾക്കണമെന്നോ ഇക്കാൻ്റെ ഡിസിഷൻ ഞാൻ കേൾക്കണമെന്നോ അങ്ങനെ ഒരു വാശിയോ കടുംപിടുത്തോ ഒന്നും ഞങ്ങൾക്കിടയിലില്ല കേട്ടോ. ഏതൊരു കാര്യവും നമ്മൾ പരസ്പരം സംസാരിച്ച് രണ്ടുപേർക്കും ഓക്കെ ആവുന്ന രീതിയിലാണ് കേട്ടോ ഒരു തീരുമാനം, ഫൈനൽ ഡിസിഷൻ വരാറ്. അതുകൊണ്ട് തന്നെ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്, ഞാൻ ഭയങ്കര ഗ്രേറ്റ്ഫുള്ളാണ്. നമുക്ക് വാല്യൂ തരുന്ന ഒരാളുടെ കൂടെ ജീവിക്കുമ്പോൾ തന്നെ നമ്മളുടെ ലൈഫ് ഒരു വേർത്താവും. അപ്പോൾ പിന്നെ നമ്മളിതാ കോഴിക്കോടൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങി പിന്നെ അവിടെ പുതിയ സ്റ്റാളും കാര്യങ്ങളൊക്കെ വന്നുകൊണ്ട് അതൊക്കെ ഒന്ന് കാണാമെന്നുള്ളൊരു പ്ലാനിങ്ങിലൊക്കെ ആയിരുന്നു കേട്ടോ അവിടെ പോയിട്ടുണ്ടായിരുന്നത്. നല്ല രസമായിരുന്നു. നമ്മളങ്ങനെ അവിടുന്ന് ഫുഡൊന്നും വാങ്ങി കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. നമ്മളുടെ ഇന്നത്തെ ഒരു ഈവനിങ് ഫുള്ള് അവിടെ തന്നെ ആയിരുന്നു കേട്ടോ. പിന്നെ അവിടുന്ന് നമ്മളൊരു 6 മണിക്ക് ശേഷമൊക്കെയാണ് അവിടുന്ന് തിരിച്ചു പോന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആനിവേഴ്സറി വിശേഷങ്ങൾ അത്രയൊക്കെ ഉള്ളൂ. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ.